അവസാന കാലത്ത് വ്യാജപ്രവാചകർ കടന്നു വരും. അപ്പോൾ ദൈവം അയക്കുന്ന പ്രവാചകരും വ്യാജപ്രവാചകരും ഇവയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? ഒരു വ്യാജപ്രവാചകനെ പെട്ടെന്ന് നമുക്ക് പിടികിട്ടുമോ? അയാൾ വ്യാജപ്രവാചകൻ, അയാൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് പറയുന്നതെങ്കിലും അയാളെ ദൈവം അയച്ചതല്ല. അവസാന കാലത്തുള്ള എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുമായി വന്ന് പ്രവചനം നടത്തുന്ന ആളാണ് അദ്ദേഹം. ആരാണ് വ്യാജപ്രവാചകൻ? കർത്താവ് ഉത്തരവാദിത്വത്തിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ലാത്തത് തൻ്റെ മനോവിഭ്രാന്തി അനുസരിച്ച് അത് ദൈവനാമത്തിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് കൂടുതലും ബൈബിൾ വ്യാജപ്രവാചകൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട്, ഒരു രാജ്യം യുദ്ധഭീഷണിയിലായി അല്ലെങ്കിൽ പകർച്ചവ്യാധിയിലായി നിൽക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനും അപകടം വരും എന്ന് ഒരു പ്രവാചകനും തോന്നിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വിഭ്രാന്തിയായി. അദ്ദേഹം ഉടനെ രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട്, ഭയപ്പെടേണ്ട, ഇവിടെ ആരും വരികയില്ല, ഒന്നും സംഭവിക്കുകയില്ല, കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും, കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിക്കും. ആരോടെ ഈ പറയുന്നത്? കർത്താവിനെ എതിർത്തും കർത്താവ് പറഞ്ഞ കൽപ്പനകൾ ഒന്നുപോലും പാലിക്കാതെ ജീവിക്കുന്ന രാജാക്കന്മാരോട് എന്നിട്ട് കർത്താവ് നിന്നെ കാത്തുകൊള്ളും എന്ന് പറയുമ്പോൾ അയാളുടെ വിഭ്രാന്തിയിൽ നിന്ന് പറയുന്നത്, അത് കർത്താവ് അയാളെ ഏൽപ്പിച്ചതല്ല, അങ്ങനെ പറയാൻ ഏൽപ്പിച്ചിട്ടില്ല. കർത്താവിൻ്റെ പദ്ധതിക്ക് നേരെ വിരുദ്ധമായിട്ടാണ് ഇവർ ആശ്വാസവാക്ക് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നവർ വ്യാജപ്രവചനമാണ് നടത്തുന്നത്. ഒന്നാമത്തെ സെക്ഷൻ വ്യാജപ്രവാചകരെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ വ്യാജപ്രവാചകരെന്ന് വിളിക്കപ്പെടുന്നവരുണ്ട്. അത് അന്യദേവന്മാരുടെ നാമത്തിൽ പ്രസംഗിക്കുകയും പ്രവചനം പറയുകയും ചെയ്യുന്നവരാണ്. ജെറമ്യ 23:13 പറയാണ്, ശമരിയായിലെ പ്രവാചകന്മാരുടെ ഇടയിൽ എന്ന് വെച്ചാൽ ശമരിയായിൽ കർത്താവിൻ്റെ പേരിൽ നടക്കുന്ന കുറച്ച് പ്രവാചകരുണ്ടായിരുന്നു, യഹൂദന്മാരാണ്. ഇവന്മാരെന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാർ കർത്താവിൻ്റെ പേരിൽ പ്രവചനം പറഞ്ഞ് പിന്നീട് ഇവന്മാരുടെ ദിശ അങ്ങ് മാറിയിട്ട് ഇവർ ബാലിൻ്റെ പേരിൽ പ്രവചനം പറയാൻ തുടങ്ങി. അതിൽ 13ാമത്തെ വാക്യമാണ്, അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിവഴപ്പിച്ചു എന്ന് ദൈവം പറയുകയാണ്. ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ട് എൻ്റെ ജനത്തെ വഴിവഴപ്പിക്കുക. അപ്പോൾ ജനം ഈ പ്രവചനം കേൾക്കുമ്പോൾ ജനം ആരുടെ അടുക്കിലേക്ക് പോകും? ബാലിൻ്റെ അടുക്കിലേക്ക് പോകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ നാട്ടിലേക്ക് ഫെസ്റ്റിവൽ വരുമ്പോൾ അതിൻ്റെ മിത്തെടുത്തിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ മാവേലി എടുത്തിട്ട് മാവേലി ഒരു എല്ലാം കൊടുത്തു, അവസാനം മാവേലിയെ ചവിട്ടി താഴ്ത്തി, ഈ മിത്ത് എടുത്തിട്ട് നേരെ യേശുവിനിട്ട് പൂശി അവതരിപ്പിക്കുന്നവരും അങ്ങനെയുള്ളവരും ഫാൾസ് ടീച്ചേഴ്സാണ് അവർ. എന്ന് പറഞ്ഞാൽ അന്യദേവൻ്റെ നാമം ഉപയോഗിച്ച് ടീച്ച് ചെയ്യുമ്പോൾ ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മാവേലിയോടും ആ മിത്ത് കഥകളോടും ഒക്കെ ഒരു താല്പര്യം തോന്നുകയും ആ ദിവസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ അകത്തും യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നത് മാവേലിയായിരിക്കും. ഇനി എത്ര യേശുവാണെന്ന് പറഞ്ഞാലും കള്ളത്തരമാണ്. ഓണക്കുർബാന എന്നുള്ള പറയുന്നത് തന്നെ ഈ പറയുന്ന കണക്ക് ഫാൾസ് ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഒരിക്കലും ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ചെയ്തതേയല്ല. 100% അത് ഫാൾസ് ടീച്ചേഴ്സാണ്. ദൈവം അയക്കാത്തവർ ചെയ്ത വലിയ ഒരു ക്രൂരകൃത്യമാണ്. സ്നേഹത്തിൻ്റെ മറവിൽ ചെയ്ത ക്രൂരകൃത്യമാണ് ഇത്, യാതൊരു സംശയമില്ല. ബാലിൻ്റെ പേരിൽ വ്യാജപ്രവചനം നടത്തി തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നത് കണ്ട് ജെറമ്യ പറയും, എൻ്റെ അസ്ഥികൾ തകരുകയാണ്, എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്, ഇതുങ്ങളെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറിയിലെ ഫാൾസ് ടീച്ചേഴ്സും പ്രവചനം പറയുന്നവരും. ദൈവത്തിൻ്റെ പേരിലല്ല ഇവർ പ്രവചനം പറയുന്നത്. അത്യുന്നതനായ ദൈവത്തെ മറന്നിട്ട് അന്യദേവന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ടീച്ചിങ് ചെയ്യുന്നതും ഇവർ പ്രബോധനം നൽകുന്നതും പ്രവചനം നൽകുന്നതല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഹോവയുടെ ജനമായ ഈ കൂട്ടർ, ബാലിൻ്റെ പേരിൽ പ്രവചനം നടത്തുന്ന ഈ കൂട്ടർ പറയുന്നത്, രണ്ടാമത് അവരെ മാത്രമല്ല വ്യാജ പ്രവചനമായിട്ട് നടത്തുന്നവർ അവർ മാത്രമല്ല,
മറിച്ച് കർത്താവിൻ്റെ പേര് പറഞ്ഞു വേണമെങ്കിലും വ്യാജപ്രവചനം ആർക്ക് വേണമെങ്കിലും നടത്താം. അതിന് വിശുദ്ധ ബൈബിളിൽ അത് വളരെ വ്യക്തമായും ജെറമിയയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. 14:14 എടുക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇങ്ങനെയാണ് 14:14 എല്ലാവരും എടുക്കുക. ബൈബിൾ എടുത്തിട്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ വേണമെങ്കിൽ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്താൽ നല്ലതാണ്. 14:14 കർത്താവ് എന്നോട് അരുൾ ചെയ്തു. ഇവിടെ ഇനി സംസാരിക്കുന്നത് കർത്താവാണ്. പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ, എൻ്റെ പേരിൽ, കർത്താവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ പ്രവചനം നടത്തുന്നത്. അതാണ് എൻ്റെ പേരിലാണ് അവർ പറയുന്നത്. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഒരാൾ പ്രവചനം നടത്തുകയാണെങ്കിൽ അയാൾ ദൈവത്തിൽ നിന്ന് അയാൾക്ക് അംഗീകാരം കിട്ടണം. നീ പോവുക, നീ പോയി പറയുക എന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രവാചകന്മാർക്ക് ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. മനുഷ്യൻ്റെ താല്പര്യം അനുസരിച്ച് പ്രവചനം മാറ്റാനോ തിരിക്കാനോ ഒന്നും പാടില്ല. നടന്നാലും നടന്നില്ലേലും ദൈവം പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് പ്രവചനം പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഇപ്പോൾ എന്താ പ്രവചനമൊന്നും ഇല്ലേ, ഇന്ന അടുത്ത് ധ്യാനം നടത്തിയിട്ട് ഒരു പ്രവചനം പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പിറ്റേത്തെ ധ്യാനം മുതൽ ഇനി എല്ലാവരുടെ മുമ്പിലും പ്രവചനം പറയണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതാണ് ദൈവം നേരത്തെ പറഞ്ഞത്. അവരുടെ മനസ്സിൻ്റെ തോന്നലനുസരിച്ച് ഞാൻ അയക്കാതെ അവർ പ്രവചനം പറഞ്ഞു. അതാണ്. അപ്പോൾ ദൈവം പറയും, ഇന്ന് ധ്യാനമാണ്, ഇന്ന് നീ ഒരുങ്ങിക്കൊള്ളുക, നിന്നിലൂടെ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോഴാണ് നാം നമ്മുടെ വായ് ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കേണ്ടത്. ഞാൻ അവരെ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജ ദർശനങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചിലർ പറയാറുണ്ട്, കർത്താവ് യേശു എന്നോട് സംസാരിച്ചതാണ്, എന്നോട് നേരിട്ട് വന്ന് സംസാരിച്ചു, ഇയാൾ ഇന്നാണൊക്കെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അയാൾക്ക് അതൊന്നും സംഭവിച്ചില്ല ബ്രദർ, അങ്ങനെ എൻ്റെ വിശ്വാസം പോയി എന്ന് പറയുന്ന കുറച്ച് പേരെ എനിക്ക് പരിചയപ്പെടാനിടയായിട്ടുണ്ട്. സത്യമായി ഞാൻ പറയുന്നു, കർത്താവായ ദൈവം പറഞ്ഞാണെങ്കിൽ അത് സംഭവിക്കാതിരിക്കത്തില്ല, അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങൾ കണ്ട കാഴ്ചകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കർത്താവ് ഒരു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാൾ വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറഞ്ഞതാണ്, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഈ താടിയും മുടിയും നീട്ടിയ ആ ആൾ ആരാണ്? ഡാവിഞ്ചിയുടെ ഭാവനയുണ്ടായ ഒരു കലാസൃഷ്ടിയാണ്. ആ ഭാവനയ്ക്ക് കാരണമായതാരാണ്? ഒരു കുറ്റവാളി, റോമൻ ഗവൺമെൻറ് കുറ്റവാളിയായിട്ട് അംഗീകരിക്കുകയും കൊല ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെടുകയും ചെയ്ത ഒരു മോഡലാണ്. അപ്പോൾ ആ മോഡൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ദർശനം പറയുകയോ ഒരു പ്രവചനം പറയുകയോ ചെയ്താൽ ആ മോഡൽ ഒരിക്കലും ദൈവമല്ല, അത് വ്യാജമാണ്. അതുകൊണ്ടാണ് പലർക്കും പല അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരാൾ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഞാൻ കിടന്നപ്പോൾ താടിയും മുടിയും വെച്ച ഈ ഡാവിഞ്ചി വരച്ച അതേ യേശു തന്നെ വന്ന് നിൻ്റെ വീടും പുരയിടം വിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീടും പുരയിടമൊക്കെ വിറ്റു. ഇപ്പോൾ ആകെ വിഷയമായി, ഇപ്പോൾ ആകെ പ്രശ്നമായി, കുടുംബ വഴക്കായി, ബഹളമായി. ആശാനിപ്പോൾ ഒന്നുമില്ല. ആര് പറഞ്ഞതാണ്? ഈ ഡാവിഞ്ചി പറഞ്ഞതാണ്. ആര് പറഞ്ഞു? അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് കിട്ടിയ ദർശനം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു, സംസാരിച്ചു. ഇത് ഡെമൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെമനാണ്. കാരണം നാം സ്ഥിരമായി കാണുന്ന ഒരു ഫോട്ടോ വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ മനുഷ്യന് ആകെ പ്രശ്നമായിട്ട് ഇപ്പം നടക്കുകയാണ്. വസ്തുവല്ല അയാൾ വിറ്റു. ഈ ഡാവിഞ്ചിയുടെ ആൾ വന്നിട്ട് പറയും, അവിടെ കൊടുക്കാൻ പറയും, ഇവിടെ കൊടുക്കാൻ പറയും, ആൾ കൊടുത്തു. ഇപ്പോൾ കുടുംബത്തിലും കയറാൻ വയ്യ, പുറത്തും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. വിശ്വാസം പകുതി നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെ ബൈബിൾ വളരെ 14 നിങ്ങൾ വായിച്ചു നോക്കണം. അതുകൊണ്ടാണ് ഞാനത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. 3 കൂട്ടം കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. 1, അവർ കാണുന്ന ദർശനം വ്യാജമാണ്. 2, പൊള്ളയായ പ്രവചനം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഫലവും ഇല്ല. അവർ പറയുന്ന ഒരു വാക്ക് പോലും സംഭവിക്കുകയില്ല. 3, അവർ സ്വപ്നങ്ങളുമാണ്. സിമൻ്റ് പ്രതിമകൾ ദൈവമാണെന്ന് കരുതിയവർ അതേ സാധനം തന്നെ ദർശനമായും സ്വപ്നമായിട്ടൊക്കെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ദൈവം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിക്കപ്പെടാനും ചിലത് ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും ഇടയാകും. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, പ്രവാചകന്മാരുടെ 3 കൂട്ടം കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധിക്കും. 1, പൊള്ളയായ
ഒന്ന് വ്യാജ ദർശനങ്ങൾ, രണ്ട് പൊള്ളയായ വാക്കുകൾ. പൊള്ളയായ വാക്കുകൾ നിങ്ങൾക്കറിയാലോ, ഒരു ഫലവുമില്ലാത്ത വെറും വാക്കുകൾ. മൂന്നാമത്തത് വ്യാജ സ്വപ്നങ്ങൾ. ഇത് മൂന്നും കർത്താവ് ശ്രദ്ധിക്കും. ദർശനപരക്കാരോ പ്രവചനപരക്കാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ദൈവം ഏൽപ്പിക്കാതെ ഇനി നമ്മുടെ പേര് കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കേണ്ട കാര്യമില്ല. ദൈവം ഏൽപ്പിക്കാതെ ഒരു വാക്ക് പോലും പറയരുത്. അത് ശ്രദ്ധിച്ചാൽ മരിക്കുന്നത് വരെയും നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജെറമ്യ 23:16 പറയുന്നത് ശ്രദ്ധിക്കണം. 16 എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്ന് വെച്ചാൽ അനുഗ്രഹമാകും, ഇത് നാളെ നീ ഉയരാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നിറവേറിയിട്ടേ പോകത്തുള്ളൂ. അതിൻ്റെ അകത്ത് കുറേ എണ്ണം തീരും. കുറേ എണ്ണത്തിന് മാനസാന്തരപ്പെടുവാൻ ഇതൊരവസരം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് ഇനിയും പോകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് വചനം ശ്രദ്ധിക്കുക. ജെറമ്യ 23:16 എന്താ പറയുന്നത്? അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. ഇവരുടെ വാക്കുകൾ കർത്താവ് പറഞ്ഞ വാക്കൊന്നുമല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് ഇവർ പറയുന്നത്. ദേശത്തിന് ദുഃഖവും വാളും വരൾച്ചയും വരികയില്ല, സമാധാനം പ്രസംഗിക്കുകയാണ്. അത് കർത്താവ് വെച്ചല്ല, ഫാൾസ് ടീച്ചേഴ്സാണത്. സമാധാനമില്ലാതിരിക്കുക, സമാധാനമെന്ന് പ്രസംഗിക്കുന്ന ഫാൾസ് ടീച്ചേഴ്സ് ഇനി ധാരാളമായി ഉണ്ടാകും. വ്യാജ ഉപദേഷ്ടാക്കൾ ധാരാളമായി കടന്നു വരും. ഇനി മൂന്നാമത് ഒരു കൂട്ടരുണ്ട്. അവരെയാണ് നാം ഭയങ്കരമായിട്ട് ഭയപ്പെടേണ്ട പ്രവാചകർ. അവരാണ് മൂന്നാമത്തെ കൂട്ടരെ ശരിക്കും പേടിച്ചോളണം. അവരാണ് ദൈവം വെറുക്കുന്ന വ്യാജ പ്രവാചകർ. മൂന്നാമത്തെ കൂട്ടർ വരുന്നത് യേശുക്രിസ്തുവിന് ശേഷമാണ്. പഴയ നിയമത്തിൽ ഈ രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ. അന്യദേവന്മാരുടെ നാമത്തിൽ പ്രവചനം പറയുക, സ്വന്തം തോന്നലുകൾ പറയുക. എന്നാൽ മൂന്നാമത്തെ കൂട്ടർ അവസാന കാലത്ത് വരുന്നവരാണ്, അന്ത്യകാലത്ത് വരുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. അത് യേശുക്രിസ്തു അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെയാണ് നാം പഠിക്കേണ്ടത്, അവരെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആരാണ് മൂന്നാമത്തെ കൂട്ടർ? അത് 3 വിധത്തിലുള്ള പ്രവാചകരാണ് മൂന്നാമത്തെ അന്ത്യകാലത്ത് വരുന്നത്. ഒരു കൂട്ടർ മാത്രമല്ല, 3 വിധത്തിലുള്ള പ്രവാചകരാണ് അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒന്നാമത്തെ കൂട്ടർ, ക്രിസ്തു വീണ്ടും ഭൂമിയിൽ ജനിച്ചു, ക്രിസ്തുത അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കൂട്ടർ. ഇത് ഞാൻ പറയുന്നതല്ല, യേശു ക്രിസ്തു തന്നെ പറയുന്നതാണ്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ത്യകാലത്തെ വ്യാജപ്രവാചകർ ആരെല്ലാം എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കൂട്ടർ ക്രിസ്തു ജനിച്ചുവെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പറയുന്നവരെയാണ് ഒന്നാമത്തെ വ്യാജപ്രവാചകരായി കണക്ക് കൂട്ടുന്നത് അന്ത്യകാലത്ത്. ഇനി രണ്ടാമത്തെ വ്യാജപ്രവാചകർ ആരാണ്? അത് സ്വയമേ ക്രിസ്തു ഞാനാണ്, ഞാൻ രണ്ടാമത് ജനിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ ഒരാൾ വരുവാണെങ്കിൽ അയാൾ വ്യാജപ്രവാചകനാണ്. മൂന്നാമത്തത്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഫാൾസ് ടീച്ചേഴ്സ് അവസാന കാലത്ത് വരും. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹം വേണ്ട, ക്ഷമിക്കുന്ന സ്നേഹമല്ല വലുത്, ജ്ഞാനം പ്രതികാരത്തിൻ്റെതാണ്. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം ക്രിസ്തുവിൻ്റെതാണ്, പക്ഷെ ജ്ഞാനം അതല്ല, ജ്ഞാനം പ്രതികാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ജ്ഞാനത്തിൻ്റെ പുറകെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അതെന്തോ ഒരു ചെറുതായിപ്പോയി. ജ്ഞാനം ഇപ്പോൾ ഹീറോയാണ്. അങ്ങനെയുള്ള ഫാൾസ് ടീച്ചേഴ്സ് ഇത് 3 അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടും. ഒരിക്കൽ കൂടി, ക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവർ. 2, ക്രിസ്തു ഞാനാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നാൽ അയാൾ വ്യാജനാണ്. അയാളുടെ പുറകെ പോകുന്നവരും വ്യാജപ്രവാചകരുടെ കൂട്ടാളികളാണ്. മൂന്നാമത്തെ കൂട്ടർ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളോ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉപദേശങ്ങളോ അല്ല,
മറിച്ച് വേറെ ഏതെങ്കിലും വചനം എടുത്തിട്ട് പ്രതികാരം ചെയ്യണമെന്നതാണ് നല്ലത്, അടിക്കുന്നവനെ തിരിച്ചടിക്കണം എന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു സെക്ഷൻ. ഇവർ ഫാൾസ് ടീച്ചേഴ്സാണ്, ഇവരൊരിക്കലും ദൈവം അയച്ചതല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:15 ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. അവരുടെ അടയാളം യേശു പറയുകയാണ്. ഉള്ളിൽ അവർ കടിച്ച് ചിന്തുന്ന ചെന്നായ്ക്കളാണ്. ഉള്ളിൽ അവർ കടിച്ച് ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിന് പകരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനം പ്രതികാരം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വചനമൊക്കെ ഒപ്പിച്ച് പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് അവർ. ഇതാണ് ഒരു കൂട്ടർ. ഇത് അന്ത്യകാലത്ത് ഒരുപാട് പേരിലുണ്ടാവും, ഇങ്ങനെ ഭൗതികതയോടുകൂടിയൊക്കെ നിൽക്കും. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചിലവർ നേരെ അങ്ങ് ഞാനൊരു ഔസേപ്പിതാവാണ്, ചിലവർ നേരെ കൂടുതലും പേര് ഞാനങ്ങ് മാതാവാണ് എന്ന് സ്വയമേ പ്രഖ്യാപിക്കുക. ഇതെല്ലാം അന്ത്യകാലത്തുണ്ടാവുന്ന ഒരു സംഭവമാണ്. ഞാൻ മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ അഭിനയം കാണിക്കുക, അതേ ആക്ട് കാണിക്കുക, ഇതെല്ലാം ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലെന്തുവാണ്? കടിച്ചു കീറുക. ഇതിനെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെങ്കിലും കൊല്ലണം, ഇത് തെറ്റാണെന്ന് പറയുന്നവനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം. ഇങ്ങനെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായി ഇവർ മാറും. 2 പത്രോസിൽ 2:1 മുതലാണ്. അത് പത്രോസിൻ്റെ ഒരു പ്രവചനമാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താണ് പത്രോസ് പറയുന്നത്? ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. ഇനി സഭയിൽ ഉണ്ടാകാൻ പോകുക, ഉണ്ടാകും. അന്നത്തെ കാലത്ത് പറഞ്ഞത് ഉണ്ടാകും. അതിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന ധാരാളം പേർ ഉണ്ട്, എല്ലാ സഭകളിലും ഉണ്ട്. ചിലവർ സാധുക്കളായ സ്ത്രീകൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറയുന്നുണ്ട്. അതൊക്കെ ദൈവം അയക്കുന്നവർ തന്നെയാണ്, അതൊന്നും തെറ്റാണെന്ന് പറയാൻ പാടില്ല. എന്നാൽ പ്രവചനം പറയുന്ന എല്ലാവരും വ്യാജപ്രവാചകരാണ് എന്ന് ഉള്ള പ്രബോധനം നൽകുന്ന ഫാൾസ് ടീച്ചേഴ്സ് ശക്തമായിക്കൊണ്ടിരിക്കുക. അവരും എന്തു ചെയ്യും? ബൈബിളിൽ നിന്ന് വചനങ്ങളൊക്കെ എടുത്ത് കാണിച്ച് ആ വചനങ്ങളുടെ സാഹചര്യങ്ങളോ അർത്ഥങ്ങളോ ഇവർ പറയുന്ന കണക്കായിരിക്കത്തില്ല, അതിൻ്റെ വാക്കുകൾ എടുത്ത് കാണിച്ചിട്ട് പ്രവചനമേ തെറ്റാണ്, അഥവാ ആരെങ്കിലും പ്രവചനം പറഞ്ഞാൽ അവർ വ്യാജപ്രവാചകരാണ്, അവരവരുടെ പുറകെ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശകർ, ഫാൾസ് ടീച്ചേഴ്സ് ഉണ്ടാകാം. എന്നാൽ ഈ പ്രവചനങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ദർശനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ചില കാര്യങ്ങൾ തെറ്റാണ്, ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്ന ദേവദാസന്മാരുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗം കറക്റ്റാണ്. എന്നാൽ പ്രവചനം പറയുന്നവരെല്ലാവരും വ്യാജപ്രവാചകരാണ്, ദർശനങ്ങൾ പറയുന്ന എല്ലാവരും വ്യാജപ്രവാചകരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വില ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ പറയുന്നവർ കൊടുക്കേണ്ടതായിട്ട് വരും. അവർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, പത്രോസ് പറയുന്നത് പോലെ അവസാന കാലത്ത് വ്യാജ ഉപദേഷ്ടാക്കൾ കടന്നു വരും. കാരണം സഭയിൽ പ്രവചനം ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സഭയിൽ പ്രവാചകരെ നിയമിക്കുന്നതേ ദൈവമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സഹോദരി ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രവചനം പറഞ്ഞാൽ അതെല്ലാം വ്യാജപ്രവചനമാണെന്ന് പറഞ്ഞ് അവരെ മുറിപ്പെടുത്തുകയാണെങ്കിൽ അത് അവസാന കാലത്ത് വരുന്ന വ്യാജ ഉപദേഷ്ടാവിൻ്റെ ആത്മാവ് കടക്കുന്നത് കാരണമാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്ന ഈ ദൈവദാസന്മാരെ എങ്ങനെ നമുക്ക് വ്യാജന്മാരാണെന്ന് കണ്ടെത്താം? അതാണ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്താണ് അവർ? വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യത്തില്ല, രഹസ്യമാണ്. പബ്ലിഷ് ചെയ്താൽ ചോദ്യം വരും, സംവാദം വരും. തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ നിഷേധിക്കും എന്ന് പറഞ്ഞ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന യേശുക്രിസ്തു ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് പച്ചയ്ക്ക് പറയുകയും അതിൻ്റെ രഹസ്യങ്ങൾ, ഇവരുടെ ദുരുപദേശങ്ങൾ രഹസ്യമായി ഈ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുവാൻ ആ യേശു പറഞ്ഞ ഒന്നും കേൾക്കണ്ട, ആ യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്നതും കേൾക്കണ്ട എന്ന് വളരെ രഹസ്യമായി ഇവർ പഠിപ്പിക്കുകയും ചെയ്യും. ഇനി കേട്ടോണം, 2-ാമത്തെ വാക്യത്തിൽ പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അനുഗമിക്കാതെ ആരും ഇരിക്കത്തില്ല. കുറേ പേർ
അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. ഈ തെറ്റായ ഉപദേശത്തിൻ്റെ പിന്നാലെ കുറേ പേര് പോകും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. ഈ കൂട്ടർ മൂലം വളരെ ക്രിസ്തീയ സഭയ്ക്ക് തന്നെ അപമാനകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടർ വഴി സംഭവിക്കും. ഇവരെ വീണ്ടും തിരിച്ചറിയാൻ പത്രോസ് പറയുന്നതാണ് അത്യാഗ്രഹം കാരണം. ഒന്ന്, ഈ വസ്തുവിൻ്റെ മേലുള്ള അത്യാഗ്രഹം, പണത്തിൻ്റെ മേലുള്ള അത്യാഗ്രഹം, സ്വത്തിൻ്റെ മേലുള്ള അത്യാഗ്രഹം, ഇങ്ങനെ പല അത്യാഗ്രഹങ്ങളുണ്ടല്ലോ. ഈ അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞു നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. ഇപ്പം നിങ്ങളുടെ വസ്തു വേണമെങ്കിൽ വസ്തുവിനോട് അത്യാഗ്രഹം, ഇപ്പം എറണാകുളം സെൻട്രലിലാണ് നിങ്ങളുടെ വസ്തുവെങ്കിൽ, എറണാകുളം വളരെ സിറ്റിയിലകത്ത് വസ്തുവാണെങ്കിൽ ഇവർ വളരെ വ്യാജ ഉപദേശം നൽകി ആ വസ്തു സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുക. അതാണ് ചൂഷണം ചെയ്യും, നിങ്ങളെ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബരം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. അത് അധിക നാൾ മുന്നോട്ട് പോകത്തില്ല. അത് ആകെ വിഷയമാകും, ആകെ പ്രശ്നമാകും. ഈ ചൂഷണം ചെയ്ത പണവുമായി ചിലവർ കടന്നു കളയും, ചിലവർ നഷ്ടപ്പെട്ടവർ തെരുവീതിയിൽ വരും, കരച്ചിലാവും, നിലവിളിയാകും. ഇതാണ് പത്രോസ് വളരെ ശക്തമായി പറയുന്ന പ്രവചനം. ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. വില കൊടുത്ത് വാങ്ങിയ നാഥനെ ഇൻഡയറക്റ്റായിട്ടെങ്കിലും നിഷേധിക്കുന്ന തരത്തിലാണ് ഇവർ ഉപദേശം തരുന്നതെങ്കിൽ ഉറപ്പാണ് വ്യാജപ്രവാചകർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്രകാരമുള്ള വ്യാജപ്രവാചകർ വഴി വളരെ അപകടം ഉണ്ടാകും. എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യുന്ന വ്യാജപ്രവാചകർ വഴി അപകടം ഉണ്ടാകും. അതെങ്ങനെയാണ് അപകടം? ഇവർ അനനിയാസിൻ്റെയും സബീറയുടെയും ഉദാഹരണം എടുത്തിടും. അവരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വസ്തുക്കൾ കരസ്ഥമാക്കുന്ന തരത്തിൽ ഐഡിയ ഇവർ ഉപയോഗിക്കും. ഇതാണ് അന്ത്യകാലത്ത് വരുന്ന വ്യാജപ്രവാചകർ എന്ന് പറയുന്നത്. ഇതാണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഇത് ബൈബിളിനോട് യോജിക്കുന്നതാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർ പറയണം, ഇത് പഠിക്കണമെന്ന് പറയണം. അങ്ങനെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ വ്യാജപ്രബോധകരുടെ അടുക്കൽ ഉൾപ്പെടാത്ത കുറച്ച് സമൂഹം കേരളത്തിലുണ്ടാവണം. അങ്ങനെ നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വചനഭാഗങ്ങൾ സ്റ്റഡി ചെയ്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കാനും ഇടയാകണം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം, ഇത് കേട്ടു നോക്കാൻ പറയണം. ഇങ്ങനെ നിങ്ങൾ വലിയൊരു സുവിശേഷത്തിൽ പങ്കാളികളായി മാറണം. ഈ ജനങ്ങൾ, വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണം. വ്യാജപ്രവാചകർ എപ്പോഴും പണത്തോട് താല്പര്യമുള്ളവരായിരിക്കും. അവർ സംഭാവന, ഹാളിൽ വരുന്ന സംഭാവന കുറയാണ്, മാസത്തിൽ ഇട്ട സംഭാവന കുറഞ്ഞു പോയെങ്കിൽ ഏതെങ്കിലും വചനം വെച്ചുകൊണ്ട് നീ നശിച്ചു പോത്തേ ഉള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും സംഭാവന ബലം പ്രയോഗിച്ച് മേടിക്കുകയും ചെയ്യുന്ന ഉപദേശകരോ പ്രവാചകരോ ഉണ്ടെങ്കിൽ അവരെയും കർത്താവ് അയച്ചതല്ല. പത്രോസ് 2 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്ന വ്യാജപ്രവാചകരുടെ ലിസ്റ്റിലുള്ളവരാണ് അവർ. നിങ്ങൾ വളരെ നോട്ടഡ് ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര മാനസിക വിഷമം തട്ടി, നിങ്ങൾ വിചാരിക്കുക എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ നിങ്ങൾ ഒരു ഹാളിലേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ പ്രവാചകന്മാരോ ഉണ്ടെന്ന് വിചാരിക്കുക. അവരോട് തന്നെ പ്രവചനം പറയുകയാണ്, നിങ്ങൾ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണ്, ഇവിടെ നിന്നാണ് ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കാണോ, അത് വിഭ്രാന്തിയുടെ വാക്കാണോ, അത് ചൂഷണത്തിൻ്റെ വാക്കാണോ എന്ന് നിങ്ങൾ തരംതിരിച്ച് മനസ്സിലാക്കണം. അതവരുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നീട് അവരെന്ത് പറയും, പിന്നീട് അവർ എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതേ ആൾ തന്നെ നിങ്ങളുടെ തലയ്ക്ക് വെച്ചിട്ട് നിൻ്റെ സ്വത്തിൻ്റെ ഭാഗം കർത്താവിന് കൊടുക്കാൻ പറയുന്നു, എന്നാലേ നിൻ്റെ ശാപം അഴിയത്തുള്ളെന്ന് പറയുകയാണെങ്കിൽ കർത്താവ് പണം മേടിച്ച് ശാപം അഴിക്കുന്നവനാണോ എന്ന് ഒരു വട്ടം ചിന്തിച്ചാൽ പോരെ. ഒരു വട്ടം ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഈ പണം മേടിച്ചിട്ടാണ് കർത്താവ് ശാപം അഴിക്കാൻ വരുന്നത്. അപ്പോൾ ഈ തരത്തിൽ ദൈവശാസ്ത്രത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവസി ഒരാൾ പറയുകയാണെങ്കിൽ ഓർത്തോളണം, ഇവൻ വ്യാജനാണ്, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അപ്പോഴേ എഴുന്നേൽക്കണം. അവിടെ പിന്നെ നിൽക്കരുത്. നിങ്ങൾ വ്യാജ കൂട്ടായ്മയിലാണ് ചെന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിന് കർത്താവ് ശക്തമായ ഉപദേശം നമുക്ക് നൽകുന്നുണ്ട്. മീഖായുടെ വചനത്തിലാണ് നൽകുന്നത്. മീഖ
3:5 പറയുന്നത്. നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുക്കുക, അത് വളരെ ശ്രദ്ധിക്കുക. എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും, നോക്കണം, മീക്ക 3:5, എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും. ഇപ്പം സംഭാവനയൊക്കെ കിട്ടുവാണെങ്കിൽ, ഓ ദൈവം നിന്നെ ഉയർത്തും, നിൻ്റെ മക്കളെ അമേരിക്ക കൊണ്ടുപോകും, നിൻ്റെ മക്കൾ ഉയരാൻ പോവുകയാണ്, വാൻ വിടുതലാണ് നിനക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുകയും, ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പം അഥവാ സംഭാവന ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ അനന്യാസി സഫീറയുടെയൊക്കെ ഉദാഹരണം പറഞ്ഞ് അവനെ ഇട്ടങ്ങ് കുത്തി നോവിച്ച് നീയൊക്കെ ഇങ്ങനെ നടന്നോടാ എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ അത് വ്യാജപ്രവാചകരാണ്. പല ധ്യാനകേന്ദ്രങ്ങളും വലിയ ദർശനങ്ങളും വലിയ വെളിപ്പെടുത്തലുകളും നടത്തിയ ധ്യാനകേന്ദ്രങ്ങൾ തൊട്ട ദർശനമാണ്, തൂപ്പുകാരന് പോലും ദർശനമാണ്, അടുക്കളയിൽ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നവനും ദർശനമാണ്. നിലംകുത്തനെ പല ധ്യാനകേന്ദ്രങ്ങളും തറയെ വീണില്ലയോ? ഇനി ദർശനം ഉണ്ടാകത്തില്ല, ഇനി ഭാവി പറയുന്നവനും കാണത്തില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം നീ കർത്താവിൻ്റെ വചനം കേട്ടാൽ നിന്നെ അനുഗ്രഹിക്കും, നീ കർത്താവിൻ്റെ വചനത്തിലായാൽ നിൻ്റെ കുടുംബം ഉയരും. അങ്ങനെ പ്രവാചകന്മാരെല്ലാം ഇങ്ങനെ പ്രവചിച്ച് ജനങ്ങളെല്ലാം ഇങ്ങനെ കൈയടിച്ചും കൊണ്ടിരുന്നു. ധ്യാനം അങ്ങോട്ട് കഴിയുമ്പോൾ, മക്കളെ ഈ ഇവിടുത്തെ ഈ ബിൽഡിങ്ങൊക്കെ പണിയാനുണ്ട്, അതുകൊണ്ട് കുറച്ച് സംഭാവനയൊക്കെ തരിക, പിന്നെ നമുക്കവിടെ ബാത്റൂം കെട്ടണം, സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക. അപ്പോൾ ഇവയിരുന്ന് തെണ്ടുക. ധ്യാനം കൂടിയവർക്ക് എന്ത് പറഞ്ഞു? നീ വചനം കേട്ടാൽ മതി, നിന്നെ കർത്താവ് അനുഗ്രഹിക്കും, നിന്നെ കർത്താവ് ഉയർത്തും. ഇവൻ ധ്യാനം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, തെണ്ടല്ല തുടങ്ങി, നിങ്ങൾ സഹായം ചെയ്യുക, മക്കളെ അത് മേടിക്കണം, അവിടെ മല മേടിക്കണം, ഇവിടെ റബ്ബറും തോട്ടം മേടിക്കണം, അത് നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് പ്രയോജനമാണ്, അതുകൊണ്ട് എന്തെങ്കിലും തന്ന് സഹായിക്കൂ. ഇവൻ പിച്ച തണ്ടാൻ തുടങ്ങിയിരിക്കുക. എന്നാൽ പിന്നെ ഇവൻ്റെ അടുത്ത് ധ്യാനത്തിന് പോകുന്നവനും പിച്ച തണ്ടിയാൽ പോരെ, അവനും ഉയരത്തില്ലയോ? ഇവനെ ഉയരുന്നത് പിച്ച തണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അവൻ്റെ അടുത്ത് ധ്യാനത്തിന് പോയത്? ഇതൊക്കെ ഫാൾസ് ടീച്ചേഴ്സാണ് ഇവരെല്ലാം. ഇവരൊക്കെ ചൂഷണം ചെയ്യുകയാണ്. ആ വചനം നിങ്ങൾക്ക് നൽകുന്നു, ദൈവസ്നേഹം നിങ്ങൾക്ക് നൽകുന്നു, എന്നിട്ട് ആ നൽകിയതിനെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചൂഷണം ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ എമൗണ്ട് കരസ്ഥമാക്കുകയാണ്. അതെന്തിനാണ്? ഭൂമിയിൽ സ്വത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ 10 കുഷ്ഠരോഗികളെ സഹായിക്കാൻ, കുഷ്ഠരോഗിയുടെ ആശുപത്രി കൊടുക്കാൻ, നിർധനരായ വ്യക്തികൾക്ക് നമുക്കെല്ലാം കൂടെ ചേർന്ന് വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് കളക്ഷൻ ചെയ്യുന്നതെങ്കിൽ മാന്യതയാണ്. അതിനൊന്നും നമുക്ക് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഭൂമിക്ക് വേണ്ടി, വസ്തുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൂട്ടാനായിട്ട് ശ്രമിക്കുക. എന്തായി മാറി? എത്ര ധ്യാനകേന്ദ്രങ്ങൾ നമ്മൾ സംഭാവന കൊടുത്തും നമ്മൾ പിരിവെടുത്ത് കൊടുത്തും ഇവർ വലിയ വലിയ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. എത്ര എണ്ണമാണ് മാറാലയടിച്ച് കിടക്കുന്നത്? നിങ്ങളുടെ പണം എവിടെ പോയി? ഡെഡ് മണിയായി പോയി. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നോ? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഭാവി പറയാത്തവന്മാരും ദർശനമില്ലാത്തവന്മാരും ഇനി ഉണ്ടാകും. ഇപ്പോൾ തൂപ്പുകാരന് ദർശനമില്ല, ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നവന് ദർശനമില്ല, ഭാവിയില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടിച്ച് നടക്കുകയാണ്. ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് കുറഞ്ഞ ജോലിയൊന്നുമല്ല, അത് ഓട്ടിച്ച് നടക്കുക. പണ്ട് ദർശനവരം പറഞ്ഞവൻ. സത്യസന്ധമായ സുവിശേഷം പ്രസംഗിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെൻഷൻ കൊടുക്കാത്ത വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കണം. അതിനവർ എടുത്തിരിക്കുന്ന വചനം കർത്താവ് സ്നേഹിക്കുന്നവനാണ്, കർത്താവ് ശിക്ഷിക്കുന്നവനൊന്നുമല്ല, സ്നേഹിക്കുന്നവൻ. അപ്പോൾ അതുകൊണ്ട് എത്ര ക്രൂരകൃത്യം ചെയ്താലും നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു, നീ ക്രൂരകൃത്യത്തിൽ തന്നെ തുടർന്നാലും നിന്നെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കും. ഇങ്ങനെ സ്വസ്ഥത നിറഞ്ഞ വചനഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രസംഗിക്കണം. അതാണ് പറയുന്നത്, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അഥവാ ഇങ്ങനെ ആരെങ്കിലും പ്രസംഗിച്ചാൽ അതിനെ ആര് കേൾക്കും? അതൊന്നും വേണ്ട, അതൊന്നും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന വിധം, അതാണ് സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവ എന്ന് വെച്ചാൽ നല്ല സുഖം പകരുന്ന അവസ്ഥയിലുള്ള പ്രസംഗങ്ങൾക്ക് ആവേശം കൊള്ളുവാൻ ഇടയാകും. അതിൻ്റെ പുറകെ പോകാനാണ് താല്പര്യം. അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ഇനി ചില ആൾക്കാർ ഇനി പറയുന്നത് കടന്നാൽ ഈ ഫാൾസ് ടീച്ചേഴ്സിനെ കുറിച്ച്, അവർ സത്യത്തിന് നേരെ ചെവികളടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ ചെലുത്തും.
എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷത്തിൽ നിന്ന് ജനങ്ങളെ ക്രോസ് ക്വസ്റ്റ്യൻ ആ ബൈബിളിൽ ഉണ്ടാക്കിയിട്ട് ഇവർ തന്നെ അതിനകത്ത് വ്യാജ ഉത്തരം കണ്ടെത്തും. അങ്ങനെ ബൈബിളിൻ്റെ വാക്കുകളെടുത്ത് ക്രോസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് വ്യാജ ഉത്തരം കണ്ടെത്തി സത്യത്തിന് നേരെ വഴി തെറ്റിപ്പിക്കും ജനങ്ങളെ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ബൈബിളിൽ നിന്ന് ഒരു വചനം എടുക്കും, അതിൻ്റെ വാക്കുകളെടുക്കും, എന്നിട്ട് അതിനകത്ത് ക്രോസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ചോദിക്കും. ആ ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാമത്തെക്കുറിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ നാമം ഏതാ, പിതാവിൻ്റെ നാമം, ഇതൊക്കെ ക്രോസ് ക്വസ്റ്റ്യൻസാണ്. അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവർ ഉത്തരം അറിയാത്തവ ഇങ്ങനെ പൊളിച്ചിരിക്കും. അപ്പോൾ ഇവർ തന്നെ അതിൻ്റെ അകത്തൊരു ഉത്തരം കണ്ടെത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളിലേക്ക് ഈ ജനത്തെ വഴിതെറ്റിക്കും. കർത്താവിൽ പ്രിയരെ, സഭയിൽ യഥാർത്ഥത്തിൽ ദൈവം പ്രവാചകന്മാരെ അങ്ങനെ പ്രവാചന വരമോ ദർശന വരമോ അങ്ങനെ നൽകാറുണ്ടോ? ആദിമസഭയിൽ ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായും ഉണ്ട്. 1 തിമോത്തിയോസിൻ്റെ 4:14 പറയാണ്, പ്രവചന പ്രകാരവും സഭ ശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഒന്ന് ഒരു പ്രവചന പ്രകാരമാണ് കൈവെപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രവാചകൻ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു തിമോത്തിയോസിന് കൈവെപ്പ് കൊടുക്കാൻ. അപ്പോൾ പ്രവചന പ്രകാരമാണ് കൈവെപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദിമസഭയിൽ എന്തുണ്ടായിരുന്നു? അപ്പോൾ ആദിമസഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇനി കൃപാവരദാനങ്ങൾ, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. രോഗശാന്തി ശുശ്രൂഷയുണ്ട്, പ്രവചനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആദിമസഭയിൽ ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്ക് കൃപാവരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞവരായിരുന്നു എന്നതിൻ്റെ എവിഡൻസാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ കൃപാവരദാനങ്ങൾ നിറഞ്ഞ് സത്യസുവിശേഷ വേല ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വ്യാജ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനെ മുന്നോട്ട് കൊണ്ടുപോകുക. കർത്താവിൻ്റെ ദൂത് മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ശക്തമായും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പൗലോസ് എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:11 പറയാണ്, അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. അപ്പോൾ പുതിയ നിയമസഭയിൽ, യേശുവിൻ്റെ സഭയിൽ പ്രവാചകന്മാരാകാൻ വരം നൽകിയത് കർത്താവായ യേശു തന്നെയാണ്. കർത്താവ് തന്നെയാണ് ഇന്നും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ പ്രവാചകനായി ഉയർത്തുന്നത്. കർത്താവ് തന്നെയാണ്. കർത്താവാണ് പറഞ്ഞത് പ്രവാചകന്മാരാകാൻ വരം നൽകുന്നു. പ്രവാചകന്മാരാകാനും സുവിശേഷകരാകാനും പ്രബോധകരാകാനും സാരോപദേശം നൽകാനും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് കർത്താവായ യേശു തന്നെയാണ്. പക്ഷേ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നാം പഠിച്ചതുപോലെ വ്യാജ പ്രവചനങ്ങളുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിൻ്റെ വ്യാജ പ്രവാചകർ 3 നമ്മൾ പഠിച്ചു. 1, ക്രിസ്തു ജനിച്ചു എന്ന് പ്രസംഗിക്കുക. 2, ഞാനാണ് ക്രിസ്തുവായി ജനിച്ചിരിക്കുന്നതെന്ന് സ്വയം പറഞ്ഞ് വ്യാജനായിട്ട് വരാതിരിക്കുക. 3, ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ചെറുതാക്കി വെച്ചുകൊണ്ട് പ്രതികാരത്തിൻ്റെയും കടിച്ചു കീറുന്ന സ്വഭാവത്തിൻ്റെയും പ്രിൻസിപ്പൽ പ്രസംഗിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അണികളെ പഠിപ്പിക്കുക. ഇങ്ങനെ ഉള്ളതെല്ലാം അന്ത്യകാലത്ത് വരുന്ന വ്യാജ പ്രവാചകന്മാരാണ്. എന്നാൽ യേശുക്രിസ്തുവാണ് ഏകരക്ഷ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ വിടുതലുള്ളൂ എന്ന് ശക്തമായി പ്രസംഗിക്കാൻ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കുലുങ്ങാൻ നിൽക്കേണ്ട. നിങ്ങൾ കറക്റ്റ് റൂട്ടിലൂടെയാണ് പോകുന്നത്. വചനപ്രകാരമാണ്. വഴിയും സത്യവും ജീവനും യേശുവാണ്. അപ്പോൾ വഴി എന്ന് പറഞ്ഞാൽ യേശു വഴിയെ ജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളെന്ന് നീ പ്രസംഗിച്ചാൽ അത് വളരെ കറക്റ്റാണ്, യാതൊരു സംശയമില്ല. മറ്റൊരു വഴിയെക്കുറിച്ച് നീ പ്രസംഗിക്കരുത്. ഇന്നാൾ വഴിയെ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുമെന്ന് യേശുവിന് പുറമേ ഉള്ള ഒരാളുടെ പേര് പറഞ്ഞ് പ്രസംഗിച്ചാൽ നീ വ്യാജപ്രവാചകനാണ്.
അങ്ങനെയാണ് വ്യാജപ്രവാചകരെ തിരിച്ചറിയുന്നത്. യേശുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സത്യസന്ധമായും അകത്ത് നിന്ന് പ്രേരണ കിട്ടുന്നുവെങ്കിൽ, വാക്കിലല്ല, അല്ല അങ്ങനെ പറഞ്ഞാലേ എന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല, അകത്ത് നിന്ന് സത്യസന്ധമായും നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു പ്രേരണ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സത്യമായും നമ്മൾ പരിശുദ്ധാത്മാവിലൂടെയാണ് പോകുന്നത്. അതിന് മറ്റൊരാൾക്കാരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ദൈവമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഇനി അവസാനമായിട്ട് ലാസ്റ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വ്യാജ പ്രവാചകന്മാർ, ഇന്നത്തെ കാലത്ത് വ്യാജ പ്രവാചകന്മാരെയും ശരിയായ പ്രവാചകന്മാരെയും തിരിച്ചറിയാൻ ബൈബിൾ എന്തെങ്കിലും പുതിയ നിയമത്തിൽ ഉപദേശം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങളെ രണ്ട് കൂട്ടരെയും തിരിച്ചറിയാൻ ബൈബിൾ തന്നെ ഉപദേശം തരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കാത്ത ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് യോഹന്നാൻ 4:1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാ ആത്മാക്കളെയും ഒന്നും വിശ്വസിക്കണ്ട. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. യോഹന്നാൻ പറയുക, അതിൽ യാതൊരു തെറ്റുമില്ല. അവർ ശരിയാണോ, ഇവർ പ്രവചനം പറയുന്നവർ അവരാരെക്കുറിച്ചാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ തന്നെ പറയാം, വ്യാജ പ്രവാചകന്മാരുണ്ടേ, ശ്രദ്ധിച്ചോണേ എന്ന് പറയാം. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. എങ്ങനെ അറിയാം? യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അയാളെ എങ്ങനെ മനസ്സിലാക്കും? യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റു പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഇന്ന് ഞാൻ ഇവിടെ നിന്നോട് പറയാം. യേശു ക്രിസ്തു ദാണ്ടെ നമ്മുടെ കാലത്ത് എവിടെയോ ശരീരം, അല്ലെ തമിഴ്നാട്ടിൽ, അല്ലെ ബാംഗ്ലൂരിൽ ശരീരം ധരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുക. ഇപ്പോൾ ഈ വചനം വെച്ച് ഞാൻ ആരായി? ഞാൻ കറക്റ്റ് ആത്മാവുള്ളവനായി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്ക്. യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ്? യേശു ക്രിസ്തു തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ ശരീരം ധരിച്ചു ജനിച്ചു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ആരുടെ കാലഘട്ടത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ. യോഹന്നാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാൻ പറയുക, യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഏതാണ്? ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ശരീരം ധരിച്ചു എന്ന് വിശ്വസിക്കും. അതിൻ്റെ കാരണം എന്താ? സെറിന്തൻ സിദ്ധാന്തങ്ങൾ ഇറങ്ങിയപ്പോൾ അതിനെതിരെ പോരാടിയ വചനഭാഗമാണ് ഇത്. അപ്പോൾ അതായത് അന്ത്യകാലത്ത് 2000-ൽ യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നല്ല യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശു ക്രിസ്തു ശരീരം ധരിച്ചു. നോയിസ്റ്റിക്കുകൾ പറയുന്നത്, സെറിന്തൻസ് പറയുന്നത് കേൾക്കരുത്. ശരീരം ധരിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ്. എന്നാൽ യേശു ക്രിസ്തു ശരീരം ധരിച്ചില്ല എന്ന് അന്നത്തെ കാലത്ത് പറയുന്നവരെല്ലാം വ്യാജപ്രവാചകന്മാരാണ്. അത് അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. കാരണം അന്ന് യേശു ജനിച്ചിരുന്നു. അല്ലാതെ 2000-ൽ യേശു ക്രിസ്തു ജനിക്കുന്ന കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ബൈബിൾ 3-4 തവണ വായിച്ചു നോക്ക്, കാലഘട്ടം വെച്ച് വായിച്ചു നോക്ക്, നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി 2 കാലഘട്ടം ഉണ്ട്. അവസാന കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്നൊരുവൻ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞ വചനം നമ്മൾ ഓർക്കേണ്ടി വരും. അവസാന കാലഘട്ടത്തിൽ ഞാൻ അവിടെ ജനിച്ചു, ഞാൻ ഇവിടെയുണ്ട് എന്ന് നിങ്ങളോട് പലരും പറയും, നിങ്ങൾ കേൾക്കരുത്. ഇതാണ് യേശു ക്രിസ്തു അവസാന കാലഘട്ടത്തിലെ ശരീരം ധരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ശരീരം ധരിക്കുന്നതിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, അതിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. യോഹന്നാൻ 1-ാം നൂറ്റാണ്ടിൽ ശരീരം ധരിച്ചവനെക്കുറിച്ച് വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി
അവസാന കാലഘട്ടത്തിൽ ശരീരം ധരിച്ചു എന്ന് പറഞ്ഞ് ഒരുവൻ വന്നാൽ അത് വിശ്വസിക്കരുതെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ആര് പറയുന്നു? യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ ശരീരം ധരിച്ചു എന്ന് 2 കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് അവസാന കാലഘട്ടം, ഒന്ന് ആദ്യ കാലഘട്ടത്തിലും. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ശരീരം ധരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. അവസാന കാലഘട്ടത്തിൽ ശരീരം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വ്യാജനാണ്, അവൻ വ്യാജ പ്രവാചകനാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 3-4 നമ്മൾ വായിക്കുവാണ്. 3-4 അതിൻ്റെ ബാക്കി 3-4. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് യേശുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് എതിർ ക്രിസ്തുവാണ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പറഞ്ഞാൽ. എന്നാൽ ആദ്യകാലത്ത് യേശുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് പറയുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. ക്രിസ്തു ജനിച്ചു എന്ന് പ്രവചനം പറയുക. 2 ക്രിസ്തു താനാണെന്ന് പറഞ്ഞുകൊണ്ട് വരിക. 3-മത് ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾ മാറ്റിവെച്ചിട്ട് പ്രതികാരത്തിൻ്റെയും കടിച്ചു കീറുന്നതിൻ്റെയും പ്രിൻസിപ്പിളിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ മൊത്തവും വ്യാജ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അടയാളങ്ങൾ സഹിതം പ്രഘോഷിക്കുന്ന ഏതൊരു വ്യക്തിയും, പ്രവചനങ്ങൾ പറയുന്ന ഏതൊരു സഹോദരനോ സഹോദരിയോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളെല്ലാവരും അമൂല്യ മുത്തുകളാണ്. നിങ്ങൾ തറയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പാപത്തിൽ പെട്ടുപോയാലും അതിൽ തുടരാതെ ചാടി എഴുന്നേൽക്കുക. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ശക്തിയോടെ മുന്നോട്ട് പോകാൻ ധൈര്യപ്പെടുക. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.